യെസ്, അപ്പോ നമ്മുടെ SSCGD യോധ സ്റ്റഡി പ്ലാനിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ആഴ്ച നമ്മളെ 4ാമത്തെ ആഴ്ചയാണ്, 4ാമത്തെ സ്റ്റഡി ചലഞ്ച് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നില്ല. വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക ചെയ്തത്. അപ്പൊ വീക്ക് 3 നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പൊ വീക്ക് 4ലേക്ക് കിടക്കുകയാണ്. ഈ വീക്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കുറച്ച് പെൻഡിങ് വന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. ടാസ്കുകളുടെ എണ്ണം ഞാൻ കുറച്ചിട്ടുണ്ട്. കുറച്ചധികം ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അധികമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോയ്ക്ക് ശേഷം ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ തരും. നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും ഒക്കെ നമ്മുടെ ലിങ്കുകൾ ഷെയർ തരും, സ്റ്റഡി പ്ലാൻ ഷെയർ തരും, ടാസ്കുകൾ ഷെയർ തരും. കൃത്യമായി ഈ വരുന്ന ദിവസങ്ങൾ അത് സോൾവ് ചെയ്തു പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ടാസ്കുകളിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ വീക്ക് 2 അല്ല, നമ്മളിപ്പോ വീക്ക് 4ലുള്ളത്. വീക്ക് 4 ക്ലാസ്സസിലെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ട്യൂസ്ഡേയില് ആവറേജ് ഫണ്ടമെന്റൽസ് ആണ്. അതായത് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഒരു ക്ലാസ് നിങ്ങൾക്ക് തരികയാണ്. അത് ഓവറോൾ കാര്യങ്ങൾ കവർ ചെയ്യും, ഒരു സർഫസ് ലെവലിൽ കവർ ചെയ്തു പോകും. അപ്പൊ അതൊന്ന് വൃത്തിയായി കാണാം. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും. ആ കണ്ട ക്ലാസ് ആണെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതും ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ടുള്ളത് വെനസ്ഡേ ആവറേജിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അത് ഒരു ക്ലാസ് അല്ല, അത് കുറച്ചധികം ക്ലാസ്സുകളുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വെനസ്ഡേയും ഫുൾ ഡേ നിങ്ങൾ പ്രോപ്പറായി യൂസ് ചെയ്യേണ്ടി വരും. തീർന്നില്ലെങ്കിൽ നിങ്ങൾ തേഴ്സ്ഡേയിലും കൂടെ ക്ലാസ്സുകൾ കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി തേഴ്സ്ഡേ, അതായത് വ്യാഴാഴ്ച ആവുന്ന സമയത്ത് റീസണിങ്ങിന്റെ ഡൈസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണുള്ളത്. അതുപോലെ ഫ്രൈഡേ ആകുമ്പോൾ റീസണിങ്ങിന്റെ തന്നെ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇതിന്റെയും വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ മെസ്സേജിൽ. അപ്പൊ അത് നിങ്ങൾ എടുത്ത് നോക്കുക, ചെക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോസ് പ്രോപ്പറായി കാണാം. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലാസ് കണ്ടതിന് ശേഷം സ്വന്തമായി ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഏത് ക്ലാസ് ആണെങ്കിലും അത് മസ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ സാറ്റർഡേയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി, നമ്മൾ സാധാരണ സാറ്റർഡേയിലേക്ക് ക്ലാസ്സസ് തരാറില്ല, പക്ഷെ ഈ സാറ്റർഡേയിലേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറിനുള്ളിൽ ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പൊ അതാണ് ശനിയാഴ്ച ഇരുന്ന് കാണേണ്ടത്. അപ്പൊ ഈ വർക്കൊക്കെ നിങ്ങൾക്ക് നേരത്തെ തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച വരെ വെക്കണമെന്നില്ല. നേരത്തെ കണ്ടു തീർക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ തന്നെ കണ്ടു തീർക്കുക. അപ്പൊ ഇത്രയും ക്ലാസ്സുകളാണ്, ഇത്രയും ടോപ്പിക്സ് ആണ്. ക്ലാസ്സുകളല്ല, ക്ലാസ്സുകൾ കുറെ ഉണ്ട്. അതിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് നമ്മൾ റെഗുലറായി ചെയ്യുന്ന ടാസ്ക് ആണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഈ തവണ നിങ്ങൾ 19ന്റെയും 7ന്റെയും ടേബിൾ പഠിക്കണം. ഓക്കെ, എഴുതി വൃത്തിയായി തന്നെ പഠിച്ചു പോവുക. ഇനി അതുപോലെ രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്, ഇത്തവണ നമ്മൾ കുറച്ച് ഫെസ്റ്റിവൽസ് പഠിക്കാൻ പോവുകയാണ്. 1-2 സംസ്ഥാനങ്ങൾ, ഒന്ന് കേരളമാണ്, പിന്നെ ഒന്ന് ലഡാക്ക് ആണ്, ഒന്ന് മിസോറാം ആണ്. ഈ 3 സംസ്ഥാനങ്ങളിലെയും ഫെസ്റ്റിവൽസ് സെർച്ച് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് പഠിക്കാം. അത് നമ്മൾ എന്തിനാ അങ്ങനെ പഠിക്കുന്നത് വെച്ചാല്, എല്ലാ സ്റ്റേറ്റിന്റെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് അറിയാവുന്ന കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ടാവണം. കേരളത്തിൽ അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ഫെസ്റ്റിവൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. എളുപ്പമാണ്, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതുപോലെ ലഡാക്കിലെയും മിസോറാമിലെയും ഫെസ്റ്റിവൽസും കൂടെ എന്ത് ചെയ്യാം, പഠിക്കാം. പിന്നെ ഉള്ളത് ഗംഗ ആൻഡ് ട്രിബ്യൂട്ടറീസ്, ഗ്യാൻജസിന്റെയും അതുപോലെ തന്നെ അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്ന് പഠിക്കുക. എന്ന് പറഞ്ഞാൽ ഗംഗയുടെ നീളം എത്രയാണെന്ന് പഠിക്കണം, എത്ര ട്രിബ്യൂട്ടറീസ് ഉണ്ടെന്ന് പഠിക്കണം, ഇടത്തുനിന്ന് വരുന്ന ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, വലത്തുനിന്ന് വരുന്ന ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് എഴുതി പഠിക്കുക. ഇത് നിങ്ങൾക്ക് തരുന്ന ടാസ്ക് ആണ്. ഇനി ശനിയാഴ്ച ഞാൻ നിങ്ങളോട് ആൻഷ്യന്റ് ഹിസ്റ്ററിന്റെ ക്ലാസ് കാണണം എന്ന് പറഞ്ഞിരുന്നു. ടാസ്ക് 4 അതാണ്. അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു നോട്ട് ഉണ്ടാക്കി വെക്കുക, നിങ്ങൾക്ക് പിന്നീട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വീക്ക് 4. ഞാനിവിടെ വീക്ക് 2 എന്ന് അറിയാതെ ടൈപ്പ് ചെയ്ത് പോയതാണ്. വീക്ക് 4 ആണ് കേട്ടോ. വീക്ക് 4ലെ ക്ലാസ്സസ് പ്രോപ്പറായി കണ്ട് സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് റിവിഷനിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ആഴ്ച എന്തായാലും ശനിയാഴ്ച വരെ പാക്ഡ് ആണ്. ശനിയാഴ്ച വരെ നന്നായിട്ട് വർക്ക് ചെയ്യാം. കുറച്ച് ടോപ്പിക്സ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിവിഷനിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി.